വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ. മക്കൾക്ക് SB മിസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ മക്കളെ, നിങ്ങളുടെ വിൻഡോസ് ഓഫ് നോളജ് എന്നൊരു ചാപ്റ്റർ, അറിവിന്റെ ജാലകങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. സോ നമുക്ക് കുറച്ച് അറിവുകൾ നേടിയാലോ? മിസ് കുറച്ച് അറിവുകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സോ മക്കളെ, എല്ലാവർക്കും ഒരു വെൽക്കം കൂടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ കുട്ടി ടോപ്പിക് ആണ്. അപ്പൊ ഏതാണ് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ബേസ് ആയിട്ട് അറിയേണ്ട കാര്യമാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. എന്താ മക്കളെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്? എന്താണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞത്? എന്താണ്? നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. മിസ് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, മിസ് പറയുന്നത് കേൾക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പല രീതിയിലുള്ള അവയവങ്ങളാണ്. സോ ദ ഓർഗൻസ് വിച്ച് ഗീവ് us information about the surrounding are known as sense organ. നമുക്ക് ചുറ്റുപാടും എന്തെല്ലാം നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെ നമുക്ക് അറിവ് തരുന്ന അവയവങ്ങളെയാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ മിസ് പറയുന്നതൊക്കെ നിന്റെ മക്കൾ കാണുന്നുണ്ട്. മിസ് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് കേൾക്കുന്നുണ്ട്, ഇല്ലേ? അതേപോലെ നിങ്ങൾ കുറെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ഒക്കെ നിങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ്. എത്ര സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്? 5 അല്ലേ? ഏതൊക്കെയാണല്ലോ വരുന്നത്? നമുക്കറിയാം, ആദ്യം തന്നെ നമ്മൾ സ്മെല് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് നല്ല ബിരിയാണി കിട്ടിയാൽ നമ്മള് വലിച്ചങ്ങ് എടുക്കും, അല്ലെ? അപ്പൊ സ്മെല് ചെയ്യാൻ വേണ്ടിയിട്ട് നോസ് ഉണ്ട്. അതേപോലെ നമ്മൾ കാണാൻ വേണ്ടി, മിസ്സിനെ കാണുന്നില്ലേ? മിസ്സിന്റെ ക്ലാസ് എന്റെ മക്കൾ കണ്ടോണ്ടിരിക്കല്ലേ? അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഐ ആണ്, കണ്ണാണ്. അതാണ് രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള് വരുമ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് നോക്കില്ലേ? നമ്മളൊക്കെ ടച്ച് ചെയ്ത് നോക്കി, നമുക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ സ്കിന്നാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ? സോ സ്കിൻ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ആള്. ദെൻ ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട്, മിസ്സിന്റെ സൗണ്ട് എന്റെ മക്കൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ചെവിയാണ്. സോ ഇയർ എന്ന് പറയുന്നതാണ് നാലാമത്തെ ആള്. അഞ്ചാമത്തെ ആള് നല്ല ടേസ്റ്റി ഫുഡാണ്. നിങ്ങളൊരു പിസയും ബർഗറൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എങ്ങനെയാ പറയാ? നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? നാക്കാണ്, ടങ് ആണ്, അല്ലെ? സോ 5 സെൻസ് ഓർഗൻസ് ആണ് മക്കൾക്ക് ഉള്ളത്. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ദെൻ ഏതാ വരുന്നത്? പഞ്ചായി, അല്ലെ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. 5 ആയിട്ടുണ്ട്. അപ്പൊ ഈ 5 സെൻസ് ഓർഗൻസ് ആണ് മക്കൾക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ബേസ് ആയിട്ട് വളരെ ചെറുതായിട്ട് അറിയേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി മിസ് പറയാണ്, അതിലെ ഏതാളെ പറ്റിയ മിസ് പറയുന്നതെന്നറിയോ? നോസിനെ പറ്റിട്ടാ, നമ്മുടെ മൂക്കിനെ പറ്റിട്ടാ. നമുക്ക് മൂക്കിനെ പറ്റി പഠിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പൂക്കൾ വന്നു കഴിഞ്ഞാൽ, ഒരു മുല്ലപ്പൂ വിടർന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾ അത് സ്മെൽ ചെയ്ത് കണ്ടുപിടിക്കും. എന്റെ നല്ല മണെന്ന് പറയും, അല്ലെ? അതേപോലെ വേണ്ടാത്ത സ്മെല്ല്, ബാഡ് സ്മെല്ല്, വല്ല പ്ലാസ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ മണമാണ് മിസ്സേന്ന് പറയും, അല്ലെ? ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സെൻസ് ഓർഗൻ ആരാ മക്കളെ? ഈ മൂക്കാണ്, നോസ് ആണ്. ക്ലിയർ? അപ്പൊ ദ നോസ് ഈസ് ദ ഓർഗൻ വിച്ച് ഹെൽപ്പ് us ടു ഡിറ്റക്ട് സ്മെൽ. നമുക്ക് ഗന്ധം അറിയാൻ വേണ്ടിയിട്ട്, സ്മെൽ അറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെൻസ് ഓർഗൻ ആരാ ചോദിച്ചാൽ എന്റെ മക്കൾക്ക് ഷുവർ ആയിട്ടും പറഞ്ഞു കൊടുക്കാം, അത് മൂക്കാണ്, നോസ് ആണെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ മണം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് മൂക്ക് എന്ന് പറയുന്നത്. അപ്പോ മിസ് പറയാണ്, നമ്മുടെ അപ്പുറത്തെ വീട്ടില്, അപ്പുറത്തെ തൊടിയില് ചക്ക പഴുത്തിരിക്കുകയാണ്. ഓക്കെ, ചക്ക പഴുത്തിന്റെ സ്മെല്ല് എന്റെ മക്കൾ എങ്ങനെ അറിയാം? ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കും, അല്ലെ? അപ്പുറത്ത് ചക്ക പഴുത്ത് നിങ്ങൾ ഇവിടെ നിന്നേ കണ്ടുപിടിക്കും. എങ്ങനെയാണ്? നിങ്ങൾ ഇങ്ങനെ സ്മെൽ ചെയ്യും. വാവ്, വാട്ട് ഈസ് സ്മെൽ എന്ന് പറഞ്ഞിട്ട്, അമ്മേ ചക്ക പഴുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് പോയി ചക്ക കഴിക്കാന്ന് പറഞ്ഞോടി നിങ്ങൾ പോയി ചക്ക കഴിക്കും, ഇല്ലേ? അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? നിങ്ങളുടെ മൂക്കാണ്. സെൻസ് ഓർഗൻ ആയിട്ടുള്ള നോസ് ആണ്, ജ്ഞാനേന്ദ്രിയമായിട്ടുള്ള മൂക്കാണ്. അതേപോലെ നിങ്ങൾ ഈ ഫിലിം കണ്ടിട്ടുണ്ടാവല്ലോ, കൈദി ഫിലിം കണ്ടിട്ടുണ്ടാവല്ലോ. അതിൽ നമ്മുടെ കാർത്തിക് എന്താ ചെയ്യുന്നത്? നല്ല ബിരിയാണി എടുത്ത് കുഴച്ച് കഴിക്കുമ്പോ എന്താ സ്മെൽ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? മൂക്കാണ്, നോസ് ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ നോസിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക? When the nose is blocked, use nasal drops to clear the blocked nose. നമ്മുടെ മൂക്ക് അടഞ്ഞു പോയാ നമുക്ക് ജലദോഷമൊക്കെ പിടിക്കില്ലേ? നമുക്ക് ജലദോഷം പിടിച്ച മൂക്കൊക്കെ അടഞ്ഞു, അല്ലെ? അപ്പൊ മൂക്കൊക്കെ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം? വൃത്തിയാക്കണം, അല്ലെ? അടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളത് വൃത്തിയാക്കണം. അതിനു വേണ്ടിയിട്ട് നാസൽ ഡ്രോപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലെ? നാസൽ ഡ്രോപ്പുകൾ നിങ്ങൾ ഇങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ പറയും, ഓരോന്നിങ്ങനെ ഒഴിക്കാൻ പറയും, അല്ലെ? ഈ ജലദോഷമൊക്കെ പിടിക്കുന്ന സമയത്ത് മൂക്ക് അടഞ്ഞു പോയി
എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഇതൊക്കെ പറയും. സോ അത് നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ സെൻസ് ഓർഗനായിട്ട് നോസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നന്നായിട്ട് ഒരയ്ക്കാണ് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞിട്ട് എന്താണ് ടിഷ്യൂ വെച്ച് ഉരച്ചു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു വലിയതായിട്ടുള്ള ഒരു ഹാർഡ് ആയിട്ടുള്ള സാധനം കൊണ്ട് ഉരയ്ക്കാൻ പറ്റുമോ നമ്മുടെ മൂക്ക്? ഓഫ് കോഴ്സ് ഇല്ല. സോ നെവർ ബ്ലോ യുവർ നോസ് ടു ഹാർഡായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ മൂക്കിൽ ടച്ച് ചെയ്യരുത്, ഉരയ്ക്കരുത്. ഓക്കെ, പിന്നെ ഓൾവേസ് യൂസ് എ ഹാൻഡ്കർച്ചീഫ് വൈൽ സ്നീസിങ് ഓർ ബ്ലോയിങ് യുവർ നോസ്. അച്ചി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെറുതെ അങ്ങ് പറയരുത്. നമ്മൾ എന്ത് ചെയ്യണം, കർച്ചീഫ് പിടിച്ച് നമ്മൾ കവർ ചെയ്യണം അല്ലെ. അച്ചി എന്ന് പറയുമ്പോൾ കർച്ചീഫ് പിടിച്ചിട്ട് കവർ ചെയ്യണം. മിസ്സിനിപ്പോ കാണിച്ചു തരാം. നമ്മൾ എന്താണ് ഒരു ഹാൻഡ് കർച്ചീഫ് ആണെന്ന് വിചാരിക്കുക, ടിഷ്യൂ ആണ്, ഹാൻഡ് കർച്ചീഫ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ എന്താണ് സ്നീസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ തുമ്മുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ അടച്ചു പിടിക്കണം നമ്മുടെ മൂക്ക്. ക്ലിയർ അല്ലേടാ മക്കളെ? ക്ലിയർ അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാ, ഡെയിലി ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എന്റെ മക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ, വേറെ ആരും വരില്ല. സോ മക്കൾ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് തട്ടിക്കളയത് എല്ലാം നിങ്ങൾ പാലിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മാത്രമല്ല നമുക്ക് ഈ ശ്വസിക്കാൻ പറ്റുന്നത്, നമ്മുടെ ചുറ്റും കാണുന്ന നമ്മുടെ കുറേ പേർക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ. പൂച്ച, നായ, അതേപോലെ എന്താ പറയാ മത്സ്യങ്ങള്, ഇവർക്കൊക്കെ എന്താണ് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. അതില് ഏറ്റവും വമ്പന്മാരായിട്ട് നിൽക്കുന്ന 2 പേരുണ്ട്. സ്റ്റോൾവാർട്സ് ഓഫ് സ്മെൽ, ഘ്രാണശക്തിയിലെ വമ്പന്മാരായിരിക്കും ചോദിച്ചാൽ നീലത്തിമിംഗൽ എന്ന് പറയാം. നീലത്തിമിംഗലൊക്കെ എവിടെയെങ്കിലും ഒരു ബ്ലഡിന്റെ എന്തെങ്കിലുമൊക്കെ ആ കടലിൽ വീണ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് കണ്ടുപിടിക്കും. ചെറിയ ചെറിയ മീനുകളൊക്കെ വേഗം പോയിട്ട് വിഴുങ്ങുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ ഇങ്ങനെയാണ്, അതിന്റെ ഘ്രാണശക്തി കൊണ്ടാണ്. അതേപോലെ നമ്മുടെ സേതുരാമയ്യ CBI ആയിക്കോട്ടെ, ഏതെങ്കിലും പോലീസിന്റെ ഒരു എന്താ പറയുക കേസ് സ്റ്റഡി ആയിക്കോട്ടെ, അതിലൊക്കെ വരുന്ന ആളാണ് നമ്മുടെ ബൗബൗ അല്ലെ, നമ്മുടെ നായ്ക്കുട്ടിനെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ CID മൂസയില് അർജുനെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അവർക്ക് ഭയങ്കരമായിട്ട് സ്മെൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ നിങ്ങളിങ്ങനെ റോഡ് സൈഡിൽ ഇവരിങ്ങനെ മൂത്രം ഒഴിച്ച് പോകുന്നത് കാണും ഈ നായകള്. എന്തുകൊണ്ടാണ്, അതിന്റെ സ്മെല്ല് പിടിച്ചിട്ട് അവര് പോയ വഴി കണ്ടുപിടിക്കും, തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള വഴി കണ്ടുപിടിക്കും. അത്രയും മിടുക്കന്മാരാണ് ആര്, നമ്മുടെ നായകൾ എന്ന് പറയുന്നത്. സോ ഷാർക്ക്, നീലത്തിമിംഗൽ ആയിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നായ, ഡോഗ് ആയിക്കോട്ടെ, അവർക്കൊക്കെ നല്ല രീതിയിൽ സ്മെൽ ചെയ്യാനുള്ള കഴിവുണ്ട്. വേറെ ആളുണ്ട് നമ്മുടെ പാമ്പ്. എല്ലാവർക്കും പേടിയായിരിക്കും അല്ലെ പാമ്പിനൊക്കെ, മിസ്സിന് ഭയങ്കര പേടിയാ പാമ്പിനെ. അപ്പൊ ഈ പാമ്പൊക്കെ ഇല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാക്ക് ഇങ്ങനെ പുറത്തോട്ട് ഇടുന്നില്ലേ, എന്തിനാണെന്നറിയോ, അത് ഗന്ധം അറിയാൻ വേണ്ടിയിട്ടാണ്, ആ സ്മെൽ അറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നാവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് ഇടുന്നത് അല്ലെ. അപ്പൊ ഓരോരോ ആൾക്കാർക്കും, ഇപ്പൊ മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും എന്തുണ്ട്, ശ്വസിക്കാനുള്ള ഘ്രാണശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നോസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമായിരുന്നു, എന്റെ മക്കൾക്ക് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ മക്കളെ കാണാൻ വേണ്ടി മിസ് വരാം. അതുവരേക്കും ബൈ ബൈ, സീ യു.